CMR ലെക്സാലോജി കേസിൽ വീണാറ്റിക്ക് പ്രതിരോധം തീർക്കാതെ CPI. ഒരു പങ്കും ഇക്കാര്യത്തിൽ CPIക്കില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെയെന്നും ബിനോയ് വിശ്വം. ഇതിലൊന്നും CPI കക്ഷിയല്ല. ഇത്തരം ഒരു കൊടുക്കലും വാങ്ങലും ഒരു പങ്കും CPIക്കില്ല, ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് അതേപ്പറ്റി CPIക്ക് ഒന്നും പറയാനുമില്ല. ഇല്ല, അത് വേറെ ഇത് വേറെ. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ, ഒരു ബന്ധമില്ല. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. CPIക്ക് താല്പര്യമില്ലല്ലോ. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിലപാടിൽ തന്നെയാണ് CPIM ഉള്ളത്. ഞായറാഴ്ച കോഴിക്കോട് മുതലക്കുളത്ത് CPM സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന പൊതുയോഗം നടക്കും. രാഹിസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹിസ്, ബിനോയ് വിശ്വം പറയുന്നത് രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്നതാണ്. പക്ഷേ പിണറായി വിജയന്റെ മകളുടെ ബിസിനസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിലപാട് തന്നെയാണ് CPMന് അന്നും ഇന്നുമുള്ളത്. മധു, CPM ആ നിലപാടെടുക്കുന്ന സമയത്താണ് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI ആ നിലപാടെടുക്കുന്നില്ല എന്ന് മാത്രമല്ല ആ നിലപാടിനെ തള്ളിക്കളയുക കൂടി ചെയ്യുകയാണ്. അതിൽ ബിനോയ് വിശ്വം രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമായ ഒരു വാദം, രാഷ്ട്രീയമായി ED CPIMനെ ലക്ഷ്യം വെക്കുകയാണ്. അതായത് പിണറായി വിജയന്റെ മകളെ ലക്ഷ്യം വെക്കുന്നു, അതുവഴി പിണറായി വിജയനെ ലക്ഷ്യം വെക്കുന്നു. ഒപ്പം പിണറായി വിജയന്റെ മകളെ ലക്ഷ്യം വെക്കുന്നതോടൊപ്പം ഭർത്താവ് കൂടിയായ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റിയാസിനെയും ലക്ഷ്യം വെക്കുന്നു എന്നതാണ് CPM ഇതിനായി പ്രതിരോധം തീർക്കാൻ പറയുന്ന വാദം. ആ സമയത്താണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി അത് ഞങ്ങളുടെ വാദമല്ല എന്ന നിലപാടെടുക്കുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീണ ടി കൂടി താമസിച്ചിരുന്ന പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന വീട്ടിൽ ED റെയ്ഡ് നടത്തിയ സമയത്ത് അത് രാഷ്ട്രീയ പ്രേരിതം എന്ന നിലപാട് CPIക്കുണ്ടായിരുന്നു. അന്ന് ആ റെയ്ഡിനെതിരെ രംഗത്ത് വന്ന ഒരു പാർട്ടി കൂടിയാണ് CPI. പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് ED മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല, അതിലൊരു അഭിപ്രായം അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയാനില്ല എന്ന നിലപാട് ബിനോയ് വിശ്വം എടുക്കുമ്പോൾ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്ന് പറയുന്നതിൽ എല്ലാം ഉണ്ട്. അതിനോട് ചേർത്ത് വായിക്കേണ്ടത് CPMഉം CPIയും തമ്മിൽ അടുത്ത കാലത്തായി ഒട്ടും സ്വരച്ചർച്ചയിലല്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെ ഒരു ഉപനേതാവ് സ്ഥാനം കൊടുക്കേണ്ടതില്ല എന്ന നിലപാട് പാർട്ടിക്കകത്തും പുറത്തും എടുത്ത ആളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ കുടുംബത്തെ, മകളെയും ഭർത്താവിനെയും ഒക്കെ ചുറ്റിപ്പറ്റി ഒരു വിവാദം നടക്കുമ്പോൾ അത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാട് CPI എടുക്കുകയാണ്. രാഹിസ് റഷീദ് വിവരങ്ങൾ നൽകിയത്. ബിസിനസ് വേറെ, രാഷ്ട്രീയം വേറെ എന്ന് CPI പറയുന്നു. പക്ഷേ പിണറായി വിജയന്റെ മകളുടെ ബിസിനസ് എന്നത് ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണ്, നിയമപരമായും രാഷ്ട്രീയമായും പ്രതിരോധിക്കും എന്നത് തന്നെയാണ് CPMന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് മുതലക്കുളത്ത് വിശദീകരണ യോഗം നടത്താൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്.